Eigenvalues decide how ut behaves as t tends to infinity. അപ്പോൾ നമ്മൾ ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ഐഗൺ വാല്യൂസ്, നമ്മുടെ മെട്രിക്സിൻ്റെ ഐഗൺ വാല്യൂസ് ആയിരിക്കും സ്റ്റെബിലിറ്റീനെ ഡിസൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ യു ടി എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. ഇഫ് എ ഈസ് ഡയഗണലൈസബിൾ, എ ഡയഗണലൈസബിൾ ആണെങ്കിൽ നമ്മൾ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പഠിച്ചു. ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ യു ടി ഈസ് ഈക്വൽ ടു എസ് ഇ റേസ് ടു ലാംഡ ടി എസ് ഇൻവേഴ്സ് യു നോട്ട് എന്നുള്ള ഫോമിലായിരിക്കും. അതിന് ഈ ഫോമിൽ എഴുതാനും നമ്മൾ പഠിച്ചു. അപ്പം നമുക്ക് നമ്മുടെ സൊല്യൂഷന് ഒരു മെട്രിക്സ് ഡയഗണലൈസബിൾ ആണെങ്കിൽ അതിൻ്റെ സൊല്യൂഷനെ നമുക്ക് ഈ ഫോമിൽ ഐഗൺ വാല്യൂസിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാനായിട്ടും പറ്റും എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഇവിടുത്തെ സ്റ്റെബിലിറ്റീനെ ഗവേൺ ചെയ്യുന്നത് ഓരോ ഐഗൺ വാല്യൂസും ഇ റേസ് ടു ലാംഡ ഐ ടി എന്നുള്ള ആ ടേം ആയിരിക്കും ഇവിടുത്തെ സ്റ്റെബിലിറ്റീനെ ഗവേൺ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഇ റേസ് ടു ലാംഡ ഐ ടി എല്ലാം സീറോയോട് അപ്രോച്ച് ചെയ്യുവാണെങ്കിൽ നമ്മുടെ യു ടിയും സീറോയോട് അപ്രോച്ച് ചെയ്യും ഓട്ടോമാറ്റിക്കായിട്ട്. അതേപോലെ തന്നെ ഇ റേസ് ടു ലാംഡ ഐ ടി എല്ലാം ബൗണ്ടഡ് ആണെങ്കിൽ നമ്മുടെ സൊല്യൂഷനും ബൗണ്ടഡ് ആയിരിക്കും. അതേപോലെ തന്നെ ഇതിലേതെങ്കിലും ഒരെണ്ണം ഇ റേസ് ടു ലാംഡ ഐ ടിയിൽ ഏതെങ്കിലും ഒരു ഇ റേസ് ടു ലാംഡ ഐ ടി ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് ബ്ലൗസപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ സൊല്യൂഷനും വലുതായിക്കൊണ്ടേയിരിക്കും. അത് നമ്മളുടെ ബാക്കിയുള്ളത് ഇനിഷ്യൽ കണ്ടീഷൻ നമ്മൾ എക്സെപ്ഷണൽ കേസസ് വരുമ്പോൾ മാത്രമേ, അതായത് നമ്മൾ അത്ര സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റാർട്ടിങ് കണ്ടീഷൻസ് എടുക്കുകയാണെങ്കിൽ മാത്രമേ ഏതെങ്കിലും ഒരു ലാംഡ ഐ ടി ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ സൊല്യൂഷൻ ഇൻഫിനിറ്റിയിലേക്ക് പോകാതിരിക്കുകയുള്ളൂ. ബാക്കിയുള്ളതെല്ലാം അതുപോലെ സ്മോൾ ആണെങ്കിൽ മാത്രമേ അതങ്ങനെ പോകാതിരിക്കുകയുള്ളൂ. അല്ലാത്ത എല്ലാ കേസിലും നമ്മുടെ ഒരു ഇ റേസ് ടു ലാംഡ ഐ ടി ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ സൊല്യൂഷനും ഇൻഫിനിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ ലാംഡ എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും അതിൻ്റെ റിയൽ പാർട്ട് മാത്രമേ നമ്മുടെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. The size of e raised to lambda t depends only on the real part of lambda. അപ്പോൾ നമുക്ക് ലാംഡ ഒരു കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ അതിനെ എ പ്ലസ് ഐ ബി എന്നുള്ള ഫോമിൽ എടുക്കാം. അപ്പം നമുക്ക് ഇ റേസ് ടു ലാംഡ ടീനെ ഇ റേസ് ടു എ ടി ഇൻറ്റു ഇ റേസ് ടു ഐ ബി ടി എന്ന് എഴുതാം. ഇ റേസ് ടു ഐ ബി ടി എന്ന് പറയുന്നത് നമുക്ക് കോസ് ബി ടി പ്ലസ് ഐ സൈൻ ബി ടി എന്ന് എഴുതാം. അപ്പം നമുക്ക് നോക്കാം, നമ്മളിതിൻ്റെ മോഡുലസ് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് കിട്ടും നമ്മുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇ റേസ് ടു എ ടി മാത്രമാണ്. അപ്പം ബാക്കിയുള്ള ഈ കോസ് ബി ടി പ്ലസ് ഐ സൈൻ ബി ടി എന്നുള്ളത് നമ്മുടെ ഓസിലേഷനെ മാത്രമേ ബാധിക്കുന്നുള്ളൂ. നമ്മുടെ മാഗ്നിറ്റ്യൂഡ് ഇ റേസ് ടു എ ടി ആയിരിക്കും ഡിസൈഡ് ചെയ്യുന്നത്, അതായത് റിയൽ പാർട്ടായിരിക്കും ഡിസൈഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് ഓൺലി ദ റിയൽ പാർട്ട് ഓഫ് ദ ഐഗൺ വാല്യൂസ് ദാറ്റ് ഗവേൺ ദ സ്റ്റെബിലിറ്റി. സ്റ്റെബിലിറ്റീനെ ഗവേൺ ചെയ്യുന്നത് ഒരു ഐഗൺ വാല്യൂവിൻ്റെ റിയൽ പാർട്ട് മാത്രമായിരിക്കും. ദിസ് ഡീക്കേസ് ഫോർ എ ലെസ് ദാൻ സീറോ. എ സീറോയിനേക്കാളും ചെറുതാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ ഇ റേസ് ടു എ ടിയുടെ ഗ്രാഫ് നോക്കിയാൽ മതി, അപ്പം നമുക്ക് മനസ്സിലാകും. എ സീറോയിനേക്കാളും ചെറുതാണെങ്കിൽ നമ്മുടേത് ഡീക്കേ ചെയ്തുകൊണ്ടിരിക്കും, പെട്ടെന്ന് തന്നെ സീറോയിനോട് അടുത്തുകൊണ്ടിരിക്കും. അതേപോലെ എ ഈസ് ഈക്വൽ ടു സീറോ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഇ റേസ് ടു എ ടി എന്ന് പറയുന്നത് 1 ആയിരിക്കും. എ ഗ്രേറ്റർ ദാൻ സീറോ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഇ റേസ് ടു എ ടി എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത്, നമുക്കറിയാം എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് വളരെ പെട്ടെന്നുള്ള ഒരു ഗ്രോത്താണ്. ദി ഇമാജിനറി പാർട്ട് ഈസ് പ്രൊഡ്യൂസിങ് ഓസിലേഷൻസ്. നമ്മുടെ ഇമാജിനറി പാർട്ട് ഈ കോസ് ബി ടി പ്ലസ് ഐ സൈൻ ബി ടി എന്ന് പറയുന്നത് ഓസിലേഷൻ മാത്രമേ കൊണ്ടുവരുന്നുള്ളൂ. നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ നമ്മുടെ സൈസ് ഗവേൺ ചെയ്യുന്നത് ഇ റേസ് ടു എ ടി എന്ന് പറയുന്ന ആ റിയൽ പാർട്ട് മാത്രമായിരിക്കും. അപ്പോൾ നമുക്കൊരു തിയറം നോക്കാം. ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡി യു ബൈ ഡി ടി ഈസ് ഈക്വൽ ടു എ യു. നമ്മുടെ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ സ്റ്റേബിൾ ആവുന്നത് ഇ റേസ് ടു എ ടി സീറോയിലേക്ക് പോകുമ്പോഴത്തേക്കും. ഇ റേസ് ടു എ ടി എപ്പോഴാണ് സീറോയിലേക്ക് പോകുന്നത്? നമ്മുടെ റിയൽ പാർട്ട് ഓഫ് ഐഗൺ വാല്യൂ ലെസ് ദാൻ സീറോ ആകുമ്പോഴാണ് നമ്മളുടെ ഇ റേസ് ടു എ ടി സീറോയിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സ്റ്റേബിൾ ആവുന്നത്. അതേപോലെ തന്നെ നമ്മളുടെ ന്യൂട്രലി സ്റ്റേബിൾ എന്ന് നമ്മൾ പറയുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ റിയൽ പാർട്ട് ഓഫ് ഐഗൺ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സീറോ ആവുകയും ഏതെങ്കിലും ഒരു ഐഗൺ വാല്യൂവിൻ്റെ റിയൽ പാർട്ട് ഈസ് ഈക്വൽ ടു സീറോ ആവുകയും. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എല്ലാ റിയൽ പാർട്ട് ഓഫ് ഐഗൺ വാല്യൂ ലെസ് ദാൻ സീറോ ആയിരിക്കും നമുക്ക് പറയാനായിട്ടും പറ്റും. അപ്പോൾ അത് സ്റ്റേബിൾ ആയിരിക്കും. അപ്പോൾ ന്യൂട്രലി സ്റ്റേബിൾ ആണെങ്കിൽ ഒരെണ്ണമെങ്കിലും സീറോ ആവണം. ബാക്കിയുള്ളത് സീറോ ആണോ ലെസ് ദാൻ സീറോ ആണോ എന്നുള്ളത് പ്രശ്നമല്ല, പക്ഷേ ഒരെണ്ണമെങ്കിലും സീറോ ആവണം. അന്നേരമാണ് ന്യൂട്രലി സ്റ്റേബിൾ ആവുന്നത്. ഗ്രേറ്റർ ദാൻ സീറോ ആവാൻ പറ്റത്തില്ല, എല്ലാം ലെസ് ദാൻ ഒരു ഈക്വൽ ടു സീറോ ആയിരിക്കണം. പക്ഷേ ഒരെണ്ണമെങ്കിലും ഈസ് ഈക്വൽ ടു സീറോ ആണ്, അപ്പോൾ ന്യൂട്രലി സ്റ്റേബിൾ എന്ന് പറയും. അതേപോലെ തന്നെ നമ്മുടെ ഏതെങ്കിലും ഒരു ഐഗൺ വാല്യൂ ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ, ഏതെങ്കിലും ഒരെണ്ണം ഗ്രേറ്റർ ദാൻ സീറോ ആയാൽ മതി, അപ്പോൾ നമുക്ക് പറയാൻ പറ്റും അത് അൺസ്റ്റേബിൾ ആണ് എന്ന് നമുക്ക് പറയാനായിട്ടും പറ്റും. അവർ ആർഗ്യുമെൻറ്റ് ഡിപ്പെൻഡ് ഓൺ ഹാവിങ് എൻ പ്യുവർ എക്സ്പൊണൻഷ്യൽ സൊല്യൂഷൻസ്. നമുക്കിപ്പോൾ ഇവിടെ എൻ ഐഗൺ വാല്യൂസ് ഉള്ളപ്പോഴത്തെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ എയ്ക്ക് എൻ ഐഗൺ വാല്യൂസ് ഇല്ലെങ്കിലും അല്ലെങ്കിൽ എ ഡയഗണലൈസബിൾ അല്ലെങ്കിലും നമുക്ക് ഇതേ റിസൾട്ട് പറയാനായിട്ടും പറ്റും. നമ്മുടെ സൊല്യൂഷൻസ് സീറോനോട് അപ്രോച്ച് ചെയ്യുന്നത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഓൾ ഐഗൺ വാല്യൂസ് ഹാവ് റിയൽ ലാംഡ ലെസ് ദാൻ സീറോ. നമ്മുടെ എൻ ഐഗൺ വാല്യൂസ് ഇല്ലെങ്കിലും, നമ്മുടെ മെട്രിക്സിന് എൻ ഐഗൺ വാല്യൂസ് ഇല്ലെങ്കിലും മെട്രിക്സ് ഡയഗണലൈസബിൾ അല്ലെങ്കിലും റിയൽ ലാംഡ ലെസ് ദാൻ സീറോ ആകുമ്പോഴാണ് നമ്മുടെ സൊല്യൂഷൻ സീറോയിനോട് അപ്രോച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് സ്റ്റേബിൾ സൊല്യൂഷൻ ഉണ്ടാകുന്നത്.
സ്റ്റെബിലിറ്റി ഈസ് എസ്പെഷ്യലി ഈസി ടു ഡിസൈഡ് ഫോർ എ 2/2 സിസ്റ്റം. നമ്മളൊരു 2/2 സിസ്റ്റം ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് സ്റ്റെബിലിറ്റി പെട്ടെന്ന് പറയാനായിട്ടും പറ്റും. അപ്പോൾ ഇവിടെ ഒരു 2/2 സിസ്റ്റം തന്നിട്ടുണ്ട്. വി നീഡ് ടു നോ വെൻ ബോത്ത് ഐഗൺ വാല്യൂസ് ഓഫ് ദ മെട്രിക്സ് ഹാവ് നെഗറ്റീവ് റിയൽ പാർട്ട്. ഈ മെട്രിക്സിൻ്റെ രണ്ട് ഐഗൺ വാല്യൂസിൻ്റെയും റിയൽ പാർട്ട് ലെസ് ദാൻ 0 ആവുന്നത് എപ്പോഴാണ് എന്നാണ് നമുക്കറിയേണ്ടത്. അതായത് റിയൽ ലാംഡ 1 ലെസ് ദാൻ 0 ആവണം, റിയൽ ലാംഡ 2 ലെസ് ദാൻ 0 ആവണം. അപ്പം നമുക്ക് പറയാനായിട്ടും പറ്റും ഇത് ഇങ്ങനെ ലെസ് ദാൻ 0 ആവുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് ഒന്നാമത്തെ കണ്ടീഷൻ ട്രേസ് ഓഫ് ദ മെട്രിക്സ് മസ്റ്റ് ബി നെഗറ്റീവ്. ട്രേസ് എന്ന് പറയുമ്പോഴത്തേക്കും ഡയഗണൽ എൻട്രീസിൻ്റെ സമ്മ അത് എ പ്ലസ് ഡി. അപ്പോൾ ട്രേസ് നെഗറ്റീവ് ആയിരിക്കണം. അതേപോലെ തന്നെ ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് നമുക്ക് റിയൽ പാർട്ട് ഓഫ് ലാംഡ 1 ലാംഡ 2 ലെസ് ദാൻ 0 വരുന്നത്. നമുക്ക് ആദ്യമേ ഇത് റിയൽ കേസിൻ്റെ കാര്യത്തിൽ ട്രൂ ആണെന്ന് പറയാം. വെൻ ദ ഐഗൺ വാല്യൂസ് ആർ റിയൽ ദോസ് ടെസ്റ്റ് ഗ്യാരണ്ടി ദം ടു ബി നെഗറ്റീവ്. നമ്മുടെ ഐഗൺ വാല്യൂസ് റിയൽ ആണെങ്കിൽ ട്രേസ് എന്ന് പറയുന്നത് സം ഓഫ് ഐഗൺ വാല്യൂസ്, അതായത് ലാംഡ 1 പ്ലസ് ലാംഡ 2. ലാംഡ 1 പ്ലസ് ലാംഡ 2 നെഗറ്റീവാണ്. അതേപോലെ തന്നെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് ലാംഡ 1 ഇൻറ്റു ലാംഡ 2. ലാംഡ 1 ഇൻറ്റു ലാംഡ 2 പോസിറ്റീവ് ആണ്. ലാംഡ 1 ഇൻറ്റു ലാംഡ 2 എപ്പോഴാണ് പോസിറ്റീവ് ആകുന്നത്? ഒന്നെങ്കിൽ ലാംഡ 1ഉം ലാംഡ 2ഉം നെഗറ്റീവ് ആയിരിക്കണം, അല്ലെങ്കിൽ ലാംഡ 1ഉം ലാംഡ 2ഉം പോസിറ്റീവ് ആയിരിക്കണം. റിയൽ ഐഗൺ വാല്യൂസിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഒന്നെങ്കിൽ ലാംഡ 1 ലാംഡ 2 നെഗറ്റീവ് ആയിരിക്കണം, അല്ലെങ്കിൽ ലാംഡ 1 ലാംഡ 2 പോസിറ്റീവ് ആയിരിക്കണം. പക്ഷേ നമുക്കിവിടെ അറിയാം നമ്മുടെ ട്രേസ് നെഗറ്റീവ് ആയിരിക്കണം എന്നറിയാം. അപ്പം നമ്മുടെ ലാംഡ 1 ലാംഡ 2 പോസിറ്റീവ് ആയാൽ ഒരിക്കലും ട്രേസ്, അതായത് ലാംഡ 1 പ്ലസ് ലാംഡ 2 നെഗറ്റീവ് വരത്തില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ലാംഡ 1ഉം ലാംഡ 2ഉം നെഗറ്റീവ് ആണെങ്കിൽ ഈ രണ്ട് കണ്ടീഷൻസ് സൈമിൾട്ടേനിയസ്ലി സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻസും കിട്ടിക്കഴിയുമ്പോഴത്തേക്കും റിയൽ കേസിൻ്റെ കാര്യത്തിൽ നമ്മുടെ ഐഗൺ വാല്യൂസ് ലെസ് ദാൻ 0 ആയിരിക്കും. അപ്പോൾ നമുക്കിനി കോംപ്ലക്സിൻ്റെ കേസിൽ നോക്കാം. വെൻ ദ ഐഗൺ വാല്യൂസ് ആർ കോംപ്ലക്സ് പെയർ എക്സ് പ്ലസ് ഓർ മൈനസ് ഐ വൈ. നമുക്കറിയാം ഐഗൺ വാല്യൂസ് എപ്പോഴും കോംപ്ലക്സ് പെയർ ആയിട്ടായിരിക്കും ഉള്ളത്. എക്സ് പ്ലസ് ഐ വൈ ഒരു ഐഗൺ വാല്യൂ ആണെങ്കിൽ എക്സ് മൈനസ് ഐ വൈയും ഒരു ഐഗൺ വാല്യൂ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ട്രീസ് എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട് ഐഗൺ വാല്യൂസിൻ്റെ സമ്മ് എക്സ് പ്ലസ് ഐ വൈ പ്ലസ് എക്സ് മൈനസ് ഐ വൈ, അത് രണ്ടും കൂടെ കൂട്ടുമ്പോഴത്തേക്ക് നമുക്ക് 2x എന്ന് കിട്ടും. 2x നമ്മുടെ റിയൽ പാർട്ട് ലെസ് ദാൻ 0 ആയതുകൊണ്ട് നമുക്ക് 2x ലെസ് ദാൻ 0 ആയിരിക്കും എന്ന് പറയാൻ പറ്റും. അതായത് ട്രേസ് ലെസ് ദാൻ 0 ആയിരിക്കും. നമ്മൾ ഡിറ്റർമിനൻറ്റ് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടും x² പ്ലസ് y² എന്നാണ് കിട്ടുന്നത്. അതെപ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും, സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട്. അപ്പം നമുക്ക് റിയൽ ഐഗൺ വാല്യൂസ് ആണെങ്കിലും കോംപ്ലക്സ് ഐഗൺ വാല്യൂസ് ആണെങ്കിലും ഈ ടെസ്റ്റ് ട്രൂ ആണ് എന്ന് നമുക്ക് മനസ്സിലാവും. നമുക്കിനി ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഫോളോവിങ് ഫിഗർ ഷോസ് ദ വൺ സ്റ്റേബിൾ ക്വാഡ്രൻറ്റ്. ട്രേസ് ലെസ് ദാൻ 0 ആൻഡ് ഡിറ്റർമിനൻറ്റ് ഗ്രേറ്റർ ദാൻ 0. നമ്മൾ കണ്ടു നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സ്റ്റേബിൾ ആവുന്നത് ട്രേസ് 0-നേക്കാളും കുറവ് വരുമ്പോഴും ഡിറ്റർമിനൻറ്റ് 0-നേക്കാളും വലുത് വരുമ്പോഴുമാണ്. അപ്പോൾ ആ ക്വാഡ്രൻ്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടുത്തെ നമ്മുടെ y ആക്സിസിലുള്ളത് ഡിറ്റർമിനൻ്റ് ആണ്, x ആക്സിസിലുള്ളത് ട്രേസ് ആണ്. അപ്പോൾ ട്രേസ് നെഗറ്റീവും ഡിറ്റർമിനൻറ്റ് പോസിറ്റീവ് ആകുന്നത് നമ്മുടെ സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ്. ഇറ്റ് ഓൾസോ ഷോസ് ദ പരാബോളിക് ബൗണ്ടറി ലൈൻ ബിറ്റ്വീൻ റിയൽ ആൻഡ് കോംപ്ലക്സ് ഐഗൺ വാല്യൂസ്. ഇവിടെ നമ്മുടെ റിയൽ ഐഗൺ വാല്യൂവിൻ്റെയും കോംപ്ലക്സ് ഐഗൺ വാല്യൂവിൻ്റെയും ബൗണ്ടറിയാണ് ഈ പരാബോളയായിട്ട് കാണിച്ചിരിക്കുന്നത്. അത് പരാബോള ആകാനായിട്ടുള്ള കണ്ടീഷനാണ് ഇനി ഇവിടെ പറയുന്നത്. നമ്മൾ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടും ലാംഡ² മൈനസ് ട്രേസ് ലാംഡ പ്ലസ് ഡിറ്റർമിനൻറ്റ് ഇസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് കിട്ടും. ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോഴത്തേക്കും ലാംഡയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ സോൾവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ട്രേസ് പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ട്രേസ്² മൈനസ് 4 ഡിറ്റർമിനൻറ്റ് ഡിവൈഡഡ് ബൈ 2 എന്നാണ് വരുന്നത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ ലാംഡ 1 ഈസ് ഈക്വൽ ടു ലാംഡ 2 വരണമെങ്കിൽ നമ്മളുടെ ഈ പാർട്ട് സ്ക്വയർ റൂട്ടിൻ്റെ അകത്തുള്ള പാർട്ട് 0 വരുമ്പോഴാണ് ലാംഡ 1 ഈസ് ഈക്വൽ ടു ലാംഡ 2 വരുന്നത്. അതാണ് ട്രേസ്² ഈസ് ഈക്വൽ ടു 4 ഡിറ്റർമിനൻറ്റ്. ട്രേസ്² ഈസ് ഈക്വൽ ടു 4 ഡിറ്റർമിനൻറ്റ് അതാണ് നമ്മുടെ ഈ പരാബോളയായിട്ട് നമുക്കിവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഐഗൺ വാല്യൂസിൻ്റെ റിയൽ ഐഗൺ വാല്യൂസും ഇമാജിനറി ഐഗൺ വാല്യൂസും ആയിട്ടുള്ള ബൗണ്ടറി ലൈൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇതെന്തുകൊണ്ട് ഇത് ബൗണ്ടറി ആവുമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് അറിയാം ട്രേസ്² മൈനസ് ലാംഡ 4 ഡിറ്റർമിനൻറ്റ്. ട്രേസ്² മൈനസ് 4 ഡിറ്റർമിനൻറ്റ് പോസിറ്റീവ് ആകുമ്പം നമുക്കിവിടെ കിട്ടും ലാംഡ 1ഉം ലാംഡ 2ഉം രണ്ട് റിയൽ ഐഗൺ വാല്യൂസ് ആയിരിക്കും എന്ന് നമുക്ക് കിട്ടും. ട്രേസ്² മൈനസ് 4 ഡിറ്റർമിനൻറ്റ് നമ്മുടെ ഇവിടുത്തെ ഡിസ്ക്രിമിനൻറ്റ് പോസിറ്റീവ് ആണെങ്കിൽ നമുക്കിവിടെ രണ്ട് റിയൽ ഐഗൺ വാല്യൂസ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ട്രേസ്² മൈനസ് 4 ഡിറ്റർമിനൻറ്റിനേക്കാൾ ട്രേസ്² ഗ്രേറ്റർ ദാൻ 4 ഡിറ്റർമിനൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പരാബോളയുടെ പുറത്തുള്ള സ്ഥലം അവിടെ നമുക്ക് റിയൽ ഐഗൺ വാല്യൂസ് ആയിരിക്കും ഉള്ളത്. പരാബോളയുടെ പുറത്തുള്ള സ്ഥലത്ത് നമുക്ക് റിയൽ ഐഗൺ വാല്യൂസ് ആയിരിക്കും ഉള്ളത്. അതേപോലെ തന്നെ ട്രേസ്² ലെസ് ദാൻ 4 ഡിറ്റർമിനൻറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ട്രേസ്² മൈനസ് 4 ഡിറ്റർമിനൻറ്റ് ലെസ് ദാൻ 0 ആണെങ്കിൽ നമുക്ക് ഇമാജിനറി ഐഗൺ വാല്യൂസ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ആ പാർട്ടിൽ നമുക്ക് ഇമാജിനറി ഐഗൺ വാല്യൂസ് അല്ലെങ്കിൽ കോംപ്ലക്സ് ഐഗൺ വാല്യൂസ് ആയിരിക്കും ഉള്ളത്.
അതാണ് പറയുന്നത് എബവ് ദ പരാബോള ദ നമ്പർ അണ്ടർ ദ സ്ക്വയർ റൂട്ട് ഈസ് നെഗറ്റീവ് സോ ലാംഡ ഈസ് നോട്ട് റിയൽ. ഓൺ ദ പരാബോള ദ സ്ക്വയർ റൂട്ട് ഈസ് 0 ആൻഡ് ലാംഡ ഈസ് റിപ്പീറ്റഡ്. ബിലോ ദ പരാബോള ദ സ്ക്വയർ റൂട്ട് ആർ റിയൽ. അപ്പോഴത്തേക്കും നമുക്ക് റിയൽ ഐഗൺ വാല്യൂസും കിട്ടും. എവറി സിമെട്രിക് മെട്രിക്സ് ഹാസ് റിയൽ ഐഗൺ വാല്യൂസ്. ഇത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അത് നമുക്ക് ഇത് വെച്ചിട്ട് പ്രൂവ് ചെയ്യാം. നമുക്ക് സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ ഇവിടുത്തെ എയും ബിയും സിയും സെയിം ആയിരിക്കും. ബി ഈസ് ഈക്വൽ ടു സി ആയിരിക്കും. അപ്പോൾ ട്രേ സ്ക്വയർ മൈനസ് 4 ഡിറ്റർമിനൻറ്റ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ട്രേ സ്ക്വയർ എന്ന് പറയുന്നത് എ പ്ലസ് ഡി, ഡിറ്റർമിനൻറ്റ് എന്ന് പറയുന്നത് എ ഡി മൈനസ് ബി സി. അപ്പോൾ എ പ്ലസ് ഡി ദ ഹോൾ സ്ക്വയർ മൈനസ് 4 എ ഡി മൈനസ് ബി സി എന്നുള്ളത് ബി സ്ക്വയർ ആവാൻ കാരണം സിമെട്രിക് ആയതുകൊണ്ട് ബി ഈസ് ഈക്വൽ ടു സി ആയതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എ മൈനസ് ഡി ദ ഹോൾ സ്ക്വയർ പ്ലസ് 4 ബി സ്ക്വയർ എന്ന് കിട്ടും. അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. അതായത് നമ്മുടെ ഡിസ്ക്രിമിനൻറ്റ് എപ്പോഴും ഒന്നെങ്കിൽ പോസിറ്റീവ് അല്ലെങ്കിൽ ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഐഗൺ വാല്യൂസ് ഒന്നെങ്കിൽ റിപ്പീറ്റഡ് ഐഗൺ വാല്യൂസ് അല്ലെങ്കിൽ റിയൽ ഐഗൺ വാല്യൂസ് ആയിരിക്കും. സിമെട്രിക് മെട്രിക്സിന് ഒരിക്കലും കോംപ്ലക്സ് ഐഗൺ വാല്യൂസ് വരത്തില്ല. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമുക്കിവിടെ 4 മെട്രിക്സുകൾ തന്നിട്ടുണ്ട്. ഇത് 4 എണ്ണവും ഡയഗണൽ മെട്രിക്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഡയഗണലിലുള്ളതായിരിക്കും നമ്മുടെ ഐഗൺ വാല്യൂസ്. A1ൻ്റെ ഐഗൺ വാല്യൂസ് 1ഉം 2ഉം, 2 എണ്ണവും പോസിറ്റീവാണ്. അല്ലെങ്കിൽ നമുക്ക് നോക്കാം, ട്രേസ് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് 3 കിട്ടും, ഡിറ്റർമിനൻറ്റ് എടുക്കുമ്പോൾ 2 കിട്ടും. ട്രേസും പോസിറ്റീവാണ്, ഡിറ്റർമിനൻറ്റും പോസിറ്റീവാണ്. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ് ഉള്ളത്. അത് അൺസ്റ്റേബിൾ ആണ്. രണ്ടാമത്തേത് നമ്മൾ നോക്കിയാൽ ഇതിൻ്റെ ട്രേസ് എന്ന് പറയുന്നത് -3 നെഗറ്റീവാണ്, ഡിറ്റർമിനൻറ്റ് എന്ന് പറയുന്നത് 2 പോസിറ്റീവാണ്. അപ്പോൾ അത് സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ് ഉള്ളത്. അതുകൊണ്ട് ഇതൊരു സ്റ്റേബിൾ മെട്രിക്സ് ആണ്. ഓൺലി A2 ഈസ് സ്റ്റേബിൾ. ഇവിടുത്തെ A2 മാത്രമേ സ്റ്റേബിൾ ആയിട്ടുള്ളൂ. നമുക്ക് ബാക്കിയും കൂടെ നോക്കാം. ഇവിടെ നമ്മൾ A3 എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ട്രേസ് -1 എന്ന് കിട്ടും. അതേപോലെ തന്നെ ഡിറ്റർമിനൻറ്റും -2 എന്ന് കിട്ടും. അതായത് ട്രേസും നെഗറ്റീവാണ്, ഡിറ്റർമിനൻറ്റും നെഗറ്റീവാണ്. അത് നമ്മുടെ തേർഡ് ക്വാഡ്രൻറ്റിലുള്ള മെട്രിക്സ് ആണ്. A4 എന്ന് പറയുന്നത് ട്രേസ് പോസിറ്റീവ് കിട്ടും, പക്ഷേ ഡിറ്റർമിനൻറ്റ് നെഗറ്റീവ് കിട്ടും. അപ്പോൾ അത് ഫോർത്ത് ക്വാഡ്രൻറ്റിലുള്ള മെട്രിക്സ് ആണ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ വരുന്ന ഈ A2 മാത്രമേ സ്റ്റേബിൾ ആയിട്ടുള്ളൂ. ബാക്കിയുടെ ഒന്നും ഐഗൺ വാല്യൂസ് <0 അല്ലെങ്കിൽ നമ്മുടെ ടെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് ബാക്കിയുള്ളതൊന്നും സ്റ്റേബിൾ മെട്രിക്സ് അല്ല. ഓൺ ദ ബൗണ്ടറി ഓഫ് ദ സെക്കൻഡ് ക്വാഡ്രൻറ്റ് ദ ഇക്വേഷൻ ഈസ് ന്യൂട്രലി സ്റ്റേബിൾ. നമുക്ക് ബൗണ്ടറിയിൽ പറയാൻ പറ്റുന്നത് നമ്മുടെ ഇക്വേഷൻ ന്യൂട്രലി സ്റ്റേബിൾ ആണ് എന്നാണ് പറയാൻ പറ്റുന്നത്. നമ്മൾ ഹൊറിസോണ്ടൽ ആക്സിസ് നോക്കുകയാണെങ്കിൽ, ഹൊറിസോണ്ടൽ ആക്സിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ എക്സ് ആക്സിസിൻ്റെ ഇക്വേഷൻ y ഈസ് ഈക്വൽ ടു 0. y ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ഡിറ്റർമിനൻറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഡിറ്റർമിനൻറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ഡിറ്റർമിനൻറ്റ് എന്ന് പറയുന്നത് ഐഗൺ വാല്യൂസിൻ്റെ പ്രോഡക്റ്റ് λ1 ഇൻറ്റു λ2. അപ്പോൾ λ1 ഇൻറ്റു λ2 ഈസ് ഈക്വൽ ടു 0 എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഹൊറിസോണ്ടൽ ആക്സിസിൽ നമുക്ക് λ1 ഇൻറ്റു λ2 ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ ഏതെങ്കിലും ഒരു ഐഗൺ വാല്യൂ 0 ആയിരിക്കും എന്ന് നമുക്ക് അറിയാനായിട്ടും പറ്റും. അതേപോലെ തന്നെ ഓൺ വെർട്ടിക്കൽ ആക്സിസിൽ ഒറിജിൻ്റെ മുകളിലേക്ക് എബവ് ദ ഒറിജിൻ നമ്മൾ നോക്കുവാണ്. വെർട്ടിക്കൽ ആക്സിസ് എന്ന് പറയുമ്പോൾ ഈ ആക്സിസ് y ആക്സിസിൻ്റെ ഇക്വേഷൻ x ഈസ് ഈക്വൽ ടു 0, അതായത് ട്രേസ് 0 ആവുന്നു. ഓൺ ദ വെർട്ടിക്കൽ ആക്സിസ് ബോത്ത് ഐഗൺ വാല്യൂസ് ആർ പ്യുവർലി ഇമാജിനറി. കാരണം നമ്മുടെ ട്രേസ് 0 ആണ്. ട്രേസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ തന്നെ കണ്ടു, നമ്മൾ ട്രേസ് ഇമാജിനറി x ± iy ആണെങ്കിൽ ട്രേസ് എന്ന് പറയുന്നത് 2x ആണ്. അപ്പോൾ 2x 0 എന്ന് പറയുമ്പോഴത്തേക്കും x 0 ആണ്. അതായത് നമ്മുടെ ഐഗൺ വാല്യൂവിൻ്റെ റിയൽ പാർട്ട് 0 ആണ്. അപ്പോൾ നമ്മുടെ ഐഗൺ വാല്യൂ പ്യുവർലി ഇമാജിനറി ആയിരിക്കും. അപ്പം നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ 2 du/dt ഈസ് ഈക്വൽ ടു 0 - 1 1 0. ഈ മെട്രിക്സ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാകും ഇതിൻ്റെ ഐഗൺ വാല്യൂസ് ഐയും -iയും ആണ്. നമുക്ക് പ്യുവർലി ഇമാജിനറി ഐഗൺ വാല്യൂസ് ആണ് വരുന്നത്, +iയും -iയും. ഇതിനെ നമ്മൾ ഐഗൺ വെക്ടേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് 1 -iയും 1iയും ആണ്. അപ്പം നമുക്കതിൻ്റെ സൊല്യൂഷൻ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഈ ഫോമിലാണ് സൊല്യൂഷൻ ഉള്ളതെന്നുള്ളത്. അപ്പോൾ നമുക്ക് സൊല്യൂഷന് ഈ ഫോമിൽ എഴുതാനായിട്ടും പറ്റും. നമ്മുടെ ഇവിടുത്തെ ഇനിഷ്യൽ കണ്ടീഷൻ u0 ഈസ് ഈക്വൽ ടു 1 0 എന്നുള്ളതായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഈ കോൺസ്റ്റൻറ്റ് ഇങ്ങനെ ഇവിടെ വന്നത്. അത് സോൾവ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാകും നമുക്ക് ഇങ്ങനെയാണ് സൊല്യൂഷൻ വരുന്നത്. ഇനി നമുക്കിവിടെ e⁻it cos t + i sin t വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. e⁻it നമുക്ക് cos t - i sin t വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. അപ്പം നമ്മുടെ ഈ ut എന്നുള്ളത് cos t, sin t എന്ന് മാത്രമായിട്ട് മാറും. അപ്പോൾ നമ്മൾ ഈ e⁻it cos tയും sin tയും ഉപയോഗിച്ചിട്ട് റീപ്ലേസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത് cos t, sin t എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ ഇനീഷ്യൽ കണ്ടീഷനായിട്ട് നമ്മൾ 1 0 ആണ് എടുത്തത്. നമ്മളിനി കോമൺ ആയിട്ടൊരു ഇനീഷ്യൽ കണ്ടീഷൻ എടുക്കുന്നു, AB എന്നൊരു ഇനീഷ്യൽ കണ്ടീഷൻ എടുക്കുന്നു. അപ്പം നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ ഫോമിലായിരിക്കും ഉള്ളത്. നമുക്കറിയാം നമ്മുടെ സൊല്യൂഷൻ ut ഈസ് ഈക്വൽ ടു e⁻at ഇൻറ്റു u0 എന്നാണ്. അപ്പോൾ ഇവിടുത്തെ ഈ മെട്രിക്സ് എന്ന് പറയുന്നത് e⁻at ആയിരിക്കും.
യു ടി ഈസ് ഈക്വൽ ടു ഇ റേസ് ടു എ ടി ഇൻറ്റു യു നോട്ട് എന്ന് പറയുന്നതാണ് നമ്മുടെ സൊല്യൂഷൻ. ഇവിടുത്തെ യു നോട്ട് എന്ന് പറയുന്നത് എ ബി, യു ടി ഇവിടെയുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മെട്രിക്സ് ആയിരിക്കും നമ്മുടെ എക്സ്പോണൻഷ്യൽ മെട്രിക്സ് ഇ റേസ് ടു എ ടി എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം ഈ മെട്രിക്സ് ഒരു ഓർത്തോഗണൽ മെട്രിക്സ് ആണെന്ന് നമുക്ക് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാകും. ഇതിൻ്റെ രണ്ട് കോളംസും അതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെയും കോളംസിൻ്റെ പ്രോഡക്റ്റ് നമ്മൾ ഇന്നർ പ്രോഡക്റ്റ് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് 0 എന്നാണ് കിട്ടുന്നത്. അതായത് രണ്ട് കോളംസും പെർപെൻഡിക്കുലർ ആണ്. അതേപോലെ തന്നെ ഓരോ കോളത്തിൻ്റെയും ലെങ്ത് നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാകും ലെങ്ത് 1 ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതൊരു ഓർത്തോഗണൽ മെട്രിക്സ് ആണ് എന്ന് നമുക്ക് മനസ്സിലായി. നമ്മളിവിടെ എടുത്തു തുടങ്ങിയ മെട്രിക്സ് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഇതിൻ്റെ എ ട്രാൻസ്പോസ് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് -a എന്നാണ് കിട്ടുന്നത്. അതായത് ഇതൊരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. അപ്പോൾ നമുക്ക് ഈ എക്സാമ്പിൾ വഴി കൺഫേം ചെയ്യാനായിട്ടും പറ്റും ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന് ഓർത്തോഗണൽ മെട്രിക്സ് ആയിരിക്കും. ഇ റേസ് ടു എ ടി എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു ഓർത്തോഗണൽ മെട്രിക്സ് ആയിരിക്കും എന്നുള്ളത് നമുക്ക് ഈ എക്സാമ്പിൾ വഴി കൺഫേം ചെയ്യാനായിട്ടും പറ്റും. അതായത് ഇഫ് എ ഈസ് സ്ക്യൂ സിമെട്രിക് ദെൻ ഇ റേസ് ടു എ ടി ഈസ് ആൻ ഓർത്തോഗണൽ മെട്രിക്സ്. അപ്പോൾ നമുക്ക് ഈ മെട്രിക്സിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാം. എ ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ -a ആയിരിക്കും നമ്മുടെ സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെ പ്രോപ്പർട്ടി. അപ്പോൾ നമ്മൾ ഇ റേസ് ടു എ ടിയുടെ ട്രാൻസ്പോസ് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇ റേസ് ടു -a ടി ആയിരിക്കും വരുന്നത്. അതേപോലെ തന്നെ നമ്മൾ നോം ഓഫ് ഇ റേസ് ടു എ ടി ഇൻറ്റു യു നോട്ട് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് നോം യു നോട്ട് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ലാസ്റ്റ് പ്രോപ്പർട്ടി നമുക്ക് മനസ്സിലാകാം. നമ്മൾ ഇ റേസ് ടു എ ടി ഇൻറ്റു ഏതൊരു മെട്രിക്സ് ഏതൊരു വെക്റ്റർ നമ്മൾ ചെയ്താലും ആ വെക്റ്ററിൻ്റെ ലെങ്തിന് വ്യത്യാസമൊന്നും വരത്തില്ല. നമ്മൾ യു നോട്ടിൻ്റെ ലെങ്ത് തന്നെയായിരിക്കും ഇ റേസ് ടു എ ടി ഇൻറ്റു യു നോട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അത് ഓർത്തോഗണൽ മെട്രിക്സിൻ്റെ പ്രത്യേകതയാണ്. നമ്മൾ ഓർത്തോഗണൽ മെട്രിക്സ് വെച്ചിട്ട് ഏതൊരു വെക്ടറിനെ മൾട്ടിപ്ലൈ ചെയ്താലും നമ്മുടെ ലെങ്തിന് വ്യത്യാസമൊന്നും ഉണ്ടാകത്തില്ല എന്നുള്ളത്. അപ്പോൾ എ സ്ക്യൂ സിമെട്രിക് ആണെങ്കിൽ ഇ റേസ് ടു എ ടി ഓർത്തോഗണൽ മെട്രിക്സ് ആയിരിക്കും. അപ്പോൾ ലെങ്തിന് വ്യത്യാസമൊന്നും വരുന്നില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് മനസ്സിലാകാം നമ്മുടെ സൊല്യൂഷൻ ഇങ്ങനെ സർക്കിൾ പോലെ സർക്കിൾ പോലെ ആയിരിക്കും ഉള്ളത്. നമുക്ക് ഓസിലേറ്റ് ചെയ്യുകയേ ചെയ്യുന്നുള്ളൂ, എക്സ്പാൻഷൻ ഒന്നും ഉണ്ടാകുന്നില്ല. കാരണം നമ്മൾ ഇ റേസ് ടു എ ടി വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ലെങ്ത് കൂടത്തില്ല, ലെങ്ത് കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ സൊല്യൂഷൻ ഓസിലേറ്റിംഗ് സൊല്യൂഷനായിട്ട് നമുക്കിവിടെ കിട്ടുന്നത്. അടുത്ത എക്സാമ്പിൾ എന്ന് പറയുമ്പോഴത്തേക്കും ഡി യു ബൈ ഡി ടി ഈസ് ഈക്വൽ ടു -1 ഇൻറ്റു യു എന്നുള്ള ഫോമിലാണുള്ളത്. അല്ലെങ്കിൽ നമുക്കിതിനെ എക്സ്പാൻഡ് ചെയ്തിട്ട് എഴുതുമ്പോഴത്തേക്കും നമ്മുടെ യു എന്ന് പറയുന്നത് വി കോമ ഡബ്ല്യു എന്നുള്ള വെക്ടറാണ്. അപ്പോൾ നമുക്ക് ഡി വി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു W മൈനസ് വി എന്നും കിട്ടും. ഡി ഡബ്ല്യു ബൈ ഡി ടി ഈസ് ഈക്വൽ ടു വി മൈനസ് ഡബ്ല്യു എന്നും കിട്ടും. അപ്പം ഈ മെട്രിക്സ് ഒരു കണ്ടിന്യൂസ് മാർക്കോവ് പ്രോസസ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന മെട്രിക്സ് ആണ്. നമ്മൾ ഡിസ്ക്രീറ്റ് മാർക്കോവ് പ്രോസസ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന മെട്രിക്സ് ഓൾറെഡി കണ്ടു. ഇത് കണ്ടിന്യൂസ് മാർക്കോവ് പ്രോസസ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന മെട്രിക്സ് ആണ്. ഇൻസ്റ്റെഡ് ഓഫ് മൂവിങ് എവറി ഇയർ ദ പാർട്ടിക്കിൾ മൂവ്സ് എവറി ഇൻസ്റ്റൻറ്റ്. നമ്മൾ ഡിസ്ക്രീറ്റിൻ്റെ അകത്ത് കണ്ടപ്പോഴത്തേക്ക് ഓരോ ഇയറിലായിരുന്നു പാർട്ടിക്കിൾസ് മൂവ് ചെയ്തുകൊണ്ടിരുന്നത്, പോപ്പുലേഷൻ മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ കണ്ടിന്യൂസ് കേസ് വരുമ്പോഴത്തേക്കും ഓരോ ഇൻസ്റ്റൻറ്റിലും ആ മൂവ്മെൻറ്റ് സംഭവിക്കുന്നുണ്ട്. ഇവിടുത്തെ ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് വി പ്ലസ് ഡബ്ല്യു ആണ്. അത് കോൺസ്റ്റൻ്റ് ആണെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അത് നമ്മൾ ഈ രണ്ട് ഇക്വേഷൻസ് ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഡി വി പ്ലസ് ഡബ്ല്യു ബൈ ഡി ടി എന്നാണ് കിട്ടുന്നത്. റൈറ്റ് ഹാൻഡ് സൈഡ് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 0 എന്നും കിട്ടും. അതായത് വി പ്ലസ് ഡബ്ല്യുവിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് 0 എന്ന് കിട്ടുന്നു. അതായത് വി പ്ലസ് ഡബ്ല്യു എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആണ് എന്നുള്ളത് നമുക്ക് അങ്ങനെ അതിൻ്റെ അകത്തുനിന്ന് മനസ്സിലാകും. ഇനി ഒരു ഡിസ്ക്രീറ്റ് മാർക്കോവ് മെട്രിക്സിൻ്റെ കേസിൽ നമ്മൾ കണ്ടായിരുന്നു കോളം സം എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കും എന്ന് നമ്മൾ കണ്ടായിരുന്നു. ആ 1 എന്ന് പറയുന്നത് അവിടുത്തെ മാക്സിമം ലാംഡ മാക്സിമം ആയിരുന്നു. അതായത് വേറൊരു നമ്മൾ അവിടുത്തെ ഡിസ്ക്രീറ്റ് മാർക്കോവ് മെട്രിക്സിൻ്റെ പ്രോപ്പർട്ടി ആയിരുന്നു മോഡുലസ് ഓഫ് ലാംഡായി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നുള്ളത്. അപ്പോൾ ഡിസ്ക്രീറ്റ് മാർക്കോവ് മെട്രിക്സിൻ്റെ കോളം സം എന്ന് പറയുന്നത് ലാംഡ മാക്സിനോട് ഈക്വലാണ്, അതായത് 1 ഈക്വലാണ്. അതേപോലെ തന്നെ ഇവിടെ കണ്ടിന്യൂസ് കേസ് വരുമ്പോഴത്തേക്ക് കണ്ടിന്യൂസ് കേസിൽ ലാംഡ മാക്സിമം വരുന്നത് 0 ആണ്. അപ്പോൾ അതിൻ്റെ കോളം സം എന്ന് പറയുന്നത് ലാംഡ മാക്സിമമായ 0 ഈക്വൽ ആയിരിക്കും. നമ്മളിത് ആഡ് ചെയ്യുമ്പോൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കോളം സം 0 ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് പറയാനായിട്ടും പറ്റും എ ഡിസ്ക്രീറ്റ് മാർക്കോവ് മെട്രിക്സ് A is a discrete Markov matrix if and only if B is equal to A minus I is a continuous Markov matrix. അപ്പോൾ A ഒരു ഡിസ്ക്രീറ്റ് മാർക്കോവ് മെട്രിക്സ് ആണെങ്കിൽ A മൈനസ് ഐ കണ്ടിന്യൂസ് മാർക്കോവ് മെട്രിക്സ് ആയിരിക്കും. അതുപോലെ തന്നെ A മൈനസ് ഐ കണ്ടിന്യൂസ് മാർക്കോവ് മെട്രിക്സ് ആണെങ്കിൽ A ഒരു ഡിസ്ക്രീറ്റ് മാർക്കോവ് മെട്രിക്സ് ആയിരിക്കും. നമ്മൾ കണ്ടായിരുന്നു നമ്മുടെ ഡിസ്ക്രീറ്റ് മാർക്കോവ് മെട്രിക്സിൻ്റെ കേസിൽ സ്റ്റഡി സ്റ്റേറ്റ് നമുക്ക് കിട്ടുന്നത് ലാംഡ ഈക്വൽ ടു 1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടറിലാണ്. അതേപോലെ തന്നെ നമുക്ക് കണ്ടിന്യൂസ് കേസിൻ്റെ കേസിൽ നമുക്ക് ലാംഡ ഈസ് ഈക്വൽ ടു 0 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടറിലായിരിക്കും നമുക്ക് സ്റ്റഡി സ്റ്റേറ്റ് കിട്ടുന്നത്. അപ്പം നമ്മുടെ സ്റ്റഡി സ്റ്റേറ്റ് വരുന്നത് ഡിസ്ക്രീറ്റിൻ്റെ കേസിൽ 1/k കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതേസമയം നമ്മൾ കണ്ടിന്യൂസ് ഇക്വേഷൻ്റെ കേസിൽ കണ്ടിന്യൂസ് വരുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. അപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ കേസിൽ നമ്മൾ e⁻0t കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഡിസ്ക്രീറ്റ് മാർക്കോവ് മെട്രിക്സ് ഉണ്ടാകുന്നത് ഡിഫറൻസ് ഇക്വേഷൻ്റെ കേസിലും കണ്ടിന്യൂസ് മാർക്കോവ് മെട്രിക്സ് ഉണ്ടാകുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ കേസിലുമാണ്.
അപ്പോൾ ഡിഫറൻസ് ഇക്വേഷൻ്റെ കേസിൽ നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് യു കെ ഈസ് ഈക്വൽ ടു എ പവർ കെ ഇൻറ്റു യു നോട്ട് എന്നുള്ളതായിരുന്നു. അപ്പോൾ അവിടെ 1/kനെയും കൊണ്ടാണ് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ വന്നത്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ കേസിൽ സൊല്യൂഷൻ വരുന്നത് യു ടി ഈസ് ഈക്വൽ ടു ഇ റേസ് ടു എ ടി ഇൻറ്റു യു നോട്ട് എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ കേസിൽ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ വരുന്നത് ഇ റേസ് ടു 0t കൊണ്ടാണ്, അതായത് 1 കൊണ്ടാണ്. അപ്പം നമുക്ക് ഈ കണ്ടിന്യൂസിൻ്റെ കേസിൽ, അതായത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ കേസിൽ നമുക്ക് സ്റ്റഡി സ്റ്റേറ്റ് ഒബ്റ്റെയിൻ ചെയ്യുന്നത് v ഈസ് ഈക്വൽ ടു w യിലാണ് എന്ന് നമുക്ക് പറയാനായിട്ടും പറ്റും. താങ്ക് യു.